ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഔട്ടർ ബാങ്ക്സ് എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ഈ സീരീസിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയ ഉടനെ ജോൺ ബീനെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ക്യാമറോണിനെയാണ് കാണിക്കുന്നത്. അയാൾ അവന് വേണ്ടി റെഡിയാക്കിയിട്ടുള്ള റൂമെല്ലാം അവന് കാണിച്ചു കൊടുത്ത ശേഷം രഹസ്യമായി അവൻ്റെ അടുത്ത് നിനക്ക് നിന്റെ അച്ഛൻ്റെ പോലെ ട്രഷറെല്ലാം അന്വേഷിച്ചു പോകുന്ന സ്വഭാവമുണ്ടോ എന്ന് തിരക്കുന്നു. ഇത് കേട്ടതും ജോൺ ബി ചെറുതായൊന്ന് ഷോക്കാവുന്നുണ്ടെങ്കിലും തനിക്ക് ഹിസ്റ്ററിനെ പറ്റിയെല്ലാം അറിയാൻ വേണ്ടിയാണ് സാറയുടെ അടുത്ത് ഇവിടെ നിന്നും മാപ്പെല്ലാം ചോദിച്ചതെന്ന് പറഞ്ഞ് ക്യാമറോണിൻ്റെ ആ ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കി വിടുന്നു. അവിടെ കട്ട് ചെയ്ത് താൻ ക്യാമറോണിൻ്റെ വീട്ടിൽ താമസിക്കാൻ പോകുന്ന കാര്യമെല്ലാം കിയാരയുടെയും മറ്റു സുഹൃത്തുക്കളുടെയും എടുത്ത് പറയുന്ന ജോൺ ബീനെയാണ് കാണിക്കുന്നത്. ബാക്കി എല്ലാവർക്കും ക്യാമറൂൺ ജോൺ ബിയുടെ ലീഗൽ ഗാർഡിയൻഷിപ്പ് എല്ലാം ഏറ്റെടുത്തതറിഞ്ഞ് സന്തോഷമാവുന്നുണ്ടെങ്കിലും സാറേമൊത്ത് കിയാര അത്ര നല്ല ടേംസിലല്ലാത്തത് കൊണ്ട് അവൾക്ക് മാത്രം ഈ കാര്യത്തിൽ ചെറുതായി എതിർപ്പെല്ലാം വരുന്നു. ജോൺ ബിക്ക് ഇനി ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല എന്ന് തോന്നിയതും അവൻ നമുക്ക് ഇനി ട്രഷറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നേരെ മാപ്പ് എടുത്ത് ആ ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള മാപ്പ് ആയതുകൊണ്ട് അവർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലാൻഡ്മാർക്കെല്ലാം തപ്പിയതും മാപ്പിന്റെ നടുക്കായി ബാറ്ററി ജാസ്പർ എന്നൊരു മാർക്കിംഗ് കണ്ട ഉടനെ കിയാര അവരെയും കൂട്ടി നേരെ ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. അവർ അവിടെ നിന്നും വാനുമായി ആ മാപ്പിൽ പറഞ്ഞ റൂട്ടിലൂടെ ഫോളോ ചെയ്തു പോയതും അവരെ മരങ്ങൾ കൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന ക്രെയിൻ എന്ന ലേഡിയുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുന്നു. ക്രെയിൻ എന്ന ലേഡി അവരുടെ സ്വന്തം ഭർത്താവിന്റെ തലയെല്ലാം വെട്ടി ആ പറമ്പിന്റെ അകത്ത് കുഴിച്ചിട്ടെന്നാണ് ആ നാട്ടിലുള്ള ആൾക്കാർ പറയുന്നത്. അവിടെ കട്ട് ചെയ്ത് സ്കൂട്ടറിന്റെ വൈഫിനെ മീൻസ് ചെന്നിരിക്കുന്ന ലേഡി ഓഫീസറിനെയാണ് കാണിക്കുന്നത്. അവർ ആ ബ്ലാക്ക് ടീമിലെ ആൾക്കാരെല്ലാം അവരുടെ വീട് ആക്രമിച്ചതിനെ പറ്റിയെല്ലാം തിരക്കിയതും സ്കൂട്ടറിന്റെ വൈഫ് തനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി താല്പര്യമില്ലെന്ന് പറഞ്ഞ് ലേഡി ഓഫീസറിന്റെ ആ ചോദ്യമെല്ലാം ഒഴിവാക്കി വിടുന്നു. എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന ലേഡി ഓഫീസർ അന്ന് നമ്മുടെ കോസ്റ്റൽ ഏരിയയിലെല്ലാം സ്റ്റോം വന്ന ദിവസം സ്കൂട്ടർ തന്റെ ബോട്ടുമായി ഇവിടുന്ന് വെറും 30 മൈൽ ദൂരം മാത്രമുള്ള ഐലൻഡിലേക്ക് പോയത് എന്തിനാണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും സ്കൂട്ടറിന്റെ വൈഫിന്റെ മുഖത്തെ മുഖഭാവമെല്ലാം മാറുന്നുണ്ടെങ്കിലും അവർ തനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. ഇതേ സമയം തന്റെ പൈസ കൃത്യമായി തരാത്തത് കൊണ്ട് അത് മേടിക്കാനായി റാഫിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന പീറ്ററിനെയാണ് കാണിക്കുന്നത്. റാഫിന് പീറ്ററിനെ തന്റെ വീട്ടുകാർ കണ്ടാൽ പ്രശ്നമാവും എന്നറിയാവുന്നത് കൊണ്ട് അവൻ വേഗം തന്നെ പീറ്ററിന്റെ അടുത്ത് താൻ പൈസയെല്ലാം അവന്റെ സ്ഥലത്തേക്ക് എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് അവനോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പോകാനായി പറയുന്നു. എന്നാൽ പീറ്റർ അതൊന്നും കേൾക്കാതെ ബൈക്കെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന റാഫിന്റെ കൈയെടുത്ത് നേരെ ബൈക്കിന്റെ സൈലൻസറിൽ വെച്ച് റാഫിന് മുറിവെല്ലാം ഏൽപ്പിക്കുന്നു. എന്നിട്ടും തന്റെ പൈസ കിട്ടാത്ത ദേഷ്യം മാറാത്ത പീറ്റർ റാഫിന്റെ അടുത്ത് പൈസ തരാതെ നിന്റെ വണ്ടി താൻ തിരിച്ചു തരില്ലെന്ന് പറഞ്ഞ് റാഫിനെ തള്ളിയിട്ട് അവന്റെ ബൈക്കുമായി അവിടെ നിന്നും പോകുന്നു. അവിടെ കടിച്ചത് ആ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുന്ന ജോൺ ബിനെയും സുഹൃത്തുക്കളെയുമാണ് കാണിക്കുന്നത്. അവർ കാട് പിടിച്ചെടുക്കുന്ന ആ കോമ്പൗണ്ടിലൂടെ ആ വീട് ലക്ഷ്യം വെച്ച് പോകുന്ന സമയം ജോൺ ബി മാപ്പിൽ പറഞ്ഞ പ്രകാരം വെള്ളത്തിനോട് ചേർന്നായിരിക്കും സ്വർണം ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അവരോടെല്ലാം വെള്ളത്തിന്റെ ഉറവിടം തേടിപ്പോവാനായി പറയുന്നു. കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവർക്കാർക്കും തന്നെ ആ വെള്ളത്തിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന സമയം ഹോപ്പ് വീടിന്റെ പുറത്തു നിന്നും ബേസ്മെന്റിലേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിലെല്ലാം നോട്ടീസ് ചെയ്യുന്നു. അവർ അവിടെ നിന്നും എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടി സാധിക്കുമോ എന്നറിയാനായി ആ വാതിലിലൂടെ നേരെ ബേസ്മെന്റിലേക്ക് കയറി പോകുന്നു. ഹോപ്പും ജയജയും കൂടി കാര്യമായി നിധിയെല്ലാം അന്വേഷിച്ച് നടക്കുന്ന സമയം കിയാര സാറയുടെ പേരും പറഞ്ഞ് ജോൺ ബി മൊത്തം വഴക്കുണ്ടാക്കാനായി നോക്കുന്നു. രണ്ടുപേർക്കുമിടയിലെ വഴക്കെല്ലാം ഊർജിക്കൊണ്ടിരിക്കുന്ന സമയം ഹോപ്പ് താഴെ കിടന്നിരുന്ന മരത്തിന്റെ പലകൾക്കിടയിൽ നിന്നും കൊതുകെല്ലാം പറന്നു വരുന്നത് കണ്ട് അതിന് താഴെ വെള്ളത്തിന്റെ ഉറവിടമുണ്ടാവും എന്ന പ്രതീക്ഷയിൽ അവൻ ജയജനെയും കൂട്ടി ആ മരത്തിന്റെ കഷ്ണങ്ങളെല്ലാം അവിടെ നിന്നും എടുത്തു മാറ്റുന്നു. മരക്കഷ്ണങ്ങളെല്ലാം മാറ്റിയതും അതിന്റെ താഴെ വർഷങ്ങൾക്ക് മുന്നേ കല്ല് വെച്ച് നിർമ്മിച്ചിട്ടുള്ള പഴയ കിണർ കണ്ടതും മാപ്പിൽ പറഞ്ഞതുപോലത്തെ വെള്ളത്തിന്റെ ഉറവിടം കണ്ടെത്തിയ സന്തോഷത്തിൽ അവർക്ക് 4 പേർക്കും ഇതിൽ വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. ഇതേ ടൈമിൽ ഹോംവർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സാറിനെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന ടോപ്പറിനെയാണ് കാണിക്കുന്നത്. ടോപ്പറിന് സാറേ മൊത്ത ബ്രേക്കപ്പ് ആവാൻ വേണ്ടി താല്പര്യമില്ലാത്തത് കൊണ്ട് അവൻ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായി തനിക്ക് പറ്റിയ മിസ്റ്റേക്കിന് സാറയോട് മാപ്പ് പറയാൻ നോക്കുന്നു. എന്നാൽ ഈ ഒരു ടൈം കൊണ്ട് സാറയ്ക്ക് ജോൺ ബിയുമൊത്തുള്ള റിലേഷൻ കുറച്ചും കൂടി സീരിയസ് ആയി തോന്നിയതോടെ നമ്മുടെ പഴയ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ് ടോപ്പറെ അവിടെ നിന്നും ഒഴിവാക്കി വിടാനായി നോക്കുന്നു.
ഇത് കേട്ടതും ദേഷ്യം വന്ന ടോപ്പ് ഉച്ചത്തിൽ സാറയെ പറ്റി മോശമായിട്ടെല്ലാം പറഞ്ഞതും തൊട്ടപ്പുറത്തെ മുറിയിലിരുന്ന് ഇതെല്ലാം കേട്ട കാമറൂൺ തന്റെ മകളെ പറ്റി മോശമായി പറഞ്ഞ ദേഷ്യത്തിൽ ടോപ്പറിനെ വീട്ടിൽ നിന്നും കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നു. നിധി അവിടെ നിന്നും എടുക്കാൻ പോകാൻ വേണ്ടി അവർക്ക് ഒരാളുടെ കൂടി ആവശ്യമുണ്ട് എന്ന് മനസ്സിലായതും ജോൺ ബി സാറയുടെ അടുത്ത് അവർ ട്രഷർ ഹണ്ടിങ് എല്ലാം നടത്തുന്ന കാര്യം പറയുന്നു. ജോൺ ബി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതും സാറയ്ക്കും ഇതിൻ്റെ അടുത്ത് ചെറിയ ഇൻട്രസ്റ്റ് എല്ലാം തോന്നിയതോടെ സാറയും ഇവരോടൊപ്പം ഈ ഒരു ഹണ്ടിങ്ങിൽ ജോയിൻ ചെയ്യാമെന്ന് പറയുന്നു. അവിടെ കട്ട് ചെയ്ത് എല്ലാവരും ഇരിക്കെ സാറയും ഈ ഒരു ഹണ്ടിങ്ങിൽ അവരോടൊപ്പം ഉണ്ടെന്ന കാര്യം കിയാരയുടെ അടുത്ത് പറയുന്ന ജോൺ ബിനെയും മറ്റു സുഹൃത്തുക്കളെയുമാണ് കാണിക്കുന്നത്. ഇത് കേട്ടതും കിയാര അവരുടെ അടുത്ത് വളരെയധികം ഒച്ചപ്പാടെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ജോൺ ബി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് നീ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ഏറ്റവും മികച്ച സുഹൃത്താണെന്നും അതോടൊപ്പം സാറ തൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ആദ്യ കാമുകിയാണെന്ന് കൂടി പറഞ്ഞതും ഇത് കേട്ട ഉടനെ കിയാര സാറയുണ്ടെങ്കിൽ താൻ ഇതിനകത്ത് പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവിടെ കട്ട് ചെയ്ത് സ്കൂട്ടറിന്റെ പഴയ റൂട്ട് മാപ്പ് എല്ലാം നോക്കി ഒരു ഐലൻഡിലേക്ക് എത്തിയിരിക്കുന്ന ലേഡി ഓഫീസറിനെയും വിക്ടറിനെയുമാണ് കാണിക്കുന്നത്. ലേഡി ഓഫീസർ അവർക്ക് സംശയമായി തോന്നുന്ന എല്ലാ സാധനങ്ങളും ബാഗിലാക്കാമെന്ന് പറഞ്ഞ് വിക്ടറിന്റെ അടുത്ത് സെർച്ച് ആരംഭിച്ചോളാനായി പറയുന്നു. ലേഡി ഓഫീസറും വിക്ടറും ഐലൻഡിൽ പരിശോധനയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം അവിടെ ഐലൻഡിനകത്ത് ആരോ ഇതിനു മുമ്പ് താമസിച്ചതിന്റെ അടയാളങ്ങളെല്ലാം കാണുന്നു. ഇതിൽ എന്തോ സംശയം തോന്നിയ ലേഡി ഓഫീസർ വേഗം തന്നെ അതിന്റെ ചുറ്റുമെല്ലാം പോയി നോക്കിയതും അത്ഭുതകരമായി അവർക്ക് അവിടെ നിന്നും ജോൺ ബിയുടെ അച്ഛൻ്റെ സ്പെക്സ് എല്ലാം കിട്ടുന്നു. അവിടെ കട്ട് ചെയ്ത് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കായലിലെ നടുക്ക് കെട്ടിയിരിക്കുന്ന ബോർഡിലേക്ക് കിയാരനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ജോൺ ബിനെയും സുഹൃത്തുക്കളെയുമാണ് കാണിക്കുന്നത്. അവർ ആ ചെറിയ ബോർഡ് വലിയ ബോട്ടിനോട് ചേർത്ത് നിർത്തിയ ശേഷം കിയാര ആ വലിയ ബോർഡിനകത്ത് കയറിയ ഉടൻ തന്നെ അവരെല്ലാം അവളെ ഫോളോ ചെയ്തു പോകുന്നതിന് പകരം വേഗം തന്നെ അവർ ട്രാവൽ ചെയ്തു വന്ന ആ ചെറിയ ബോട്ട് ആ വലിയ ബോട്ടിന്റെ അടുത്ത് നിന്ന് മാറ്റുന്നു. തന്റെ സുഹൃത്തുക്കൾ തന്നെ കൂട്ടാതെ അവിടെ നിന്നും തിരിച്ചു പോകാൻ നോക്കുന്നത് കണ്ട് കിയാര അവർക്ക് നേരെ ഉച്ചത്തിൽ ചീത്തയെല്ലാം വിളിക്കുന്നു. ഇതേ ടൈമിൽ ആ ബോട്ടിന്റെ താഴെയുള്ള ഒരു മുറിയിൽ നിന്നും തന്നെ ഒന്ന് തുറന്നു വിടാനായി ഒരു പെൺകുട്ടി ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേട്ടതും കിയാര അതാരാണെന്നറിയാനായി നേരെ ബോട്ടിനകത്തുണ്ടായിരുന്ന ആ മുറി പോയി തുറക്കുന്നു. ആ മുറി തുറന്നതും അതിനകത്ത് നിന്നും സാറ് പുറത്തേക്ക് വരുന്നത് കണ്ട് കിയാരയ്ക്ക് ജോൺ ബിയും കൂട്ടുകാരും തന്നെ ഇതിനകത്ത് മനഃപൂർവ്വം പെടുത്തിയതാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. ആ മുറിക്കകത്ത് നിന്നും പുറത്തേക്ക് വന്ന സാറ ആദ്യം ബോട്ടിന് ചുറ്റും ജോൺ ബിനെ എല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിലും ജോൺ ബിനെ കണ്ടെത്താൻ സാധിക്കാത്തതോടെ അവൾ കിയാരയുടെ അടുത്ത് നീയും കൂടി അറിഞ്ഞല്ലേ തന്നെ ഇതിനകത്ത് പെടുത്തിയതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇതിന്റെ പേരിൽ രണ്ടുപേർക്കുമിടയിൽ കുറെ നേരം വാക്കുതർക്കമെല്ലാം ഉണ്ടാവുന്നുണ്ടെങ്കിലും കുറച്ചു കഴിഞ്ഞതും രണ്ടുപേരും അവർക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം മറന്ന് ആ ഒരൊറ്റ രാത്രിയോടെ അവർക്കിടയിൽ നല്ല സൗഹൃദമെല്ലാം വരുന്നു. അവിടെ കടിച്ചത് പിറ്റേ ദിവസം രാവിലെ സാറേനെയും കിയാരേനെയും പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ജോൺ ബിനെയും സുഹൃത്തുക്കളെയുമാണ് കാണിക്കുന്നത്. അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് മനസ്സിലായതും ഹോപ്പിന് ഇതിൽ വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. അങ്ങനെ അന്ന് രാത്രി അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് ജോൺ ബിയുടെ വാനിൽ നേരെ ആ നിധിയിരിക്കുന്ന വീട്ടിലേക്ക് പോകുന്നു. അവർ വാൻ മതിലിന്റെ അപ്പുറത്ത് പാർക്ക് ചെയ്ത ശേഷം ഓരോരുത്തരായി മതിൽ ചാടി നേരെ ആ ബേസ്മെന്റ് ലക്ഷ്യം വെച്ച് പോകുന്നു. എന്നാൽ ഈ സമയം അവർ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ അവിടുത്തെ മോഷൻ സെൻസർ അവർക്ക് നേരെ ലൈറ്റ് അടിച്ചതും ഹോപ്പ് വേഗം തന്നെ അവരെയെല്ലാം അവരുടെ തൊട്ടുപുറകിലുള്ള കാട്ടിലേക്ക് വലിച്ചു കയറ്റുന്നു. അവൻ ആ സെൻസർ ഓഫാക്കാതെ ബേസ്മെന്റിലേക്ക് കടക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞതും ഇത് കേട്ട സാറ റഷ ഹണ്ടിന്റെ എക്സൈറ്റ്മെന്റിൽ ആ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് കിയാരേനെയും കൂട്ടി ബ്രേക്കർ അന്വേഷിച്ച് ആ വീടിന്റെ പുറകുവശത്തേക്ക് പോകുന്നു. എന്നാൽ അവരവിടുത്തെ ബ്രേക്കർ തുറന്നു നോക്കിയതും അതിനകത്തെ വയറിംഗ് എല്ലാം അകത്തേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് കണ്ടേ സാറയും കിയാരയും മറ്റൊന്നും ചിന്തിക്കാതെ ആ വയറിംഗ് എല്ലാം ഫോളോ ചെയ്ത് അകത്തെ മുറിയിലുണ്ടായിരുന്ന ബ്രേക്കർ ഓഫ് ആക്കുന്നു. വീടിന്റെ പുറത്തുള്ള സെൻസറിന്റെ ലൈറ്റ് എല്ലാം ഓഫായതും അവർ വേഗം തന്നെ ബേസ്മെന്റിൽ ചെന്ന് ഒരു കയറ് കെട്ടി ജോൺ ബിനെ ആ കിണറ്റിലേക്ക് ഇറക്കുന്നു. ജോൺ ബി തന്റെ കയ്യിലുള്ള ടോർച്ചിന്റെ വെളിച്ചത്തിൽ കിണറിന്റെ ഓരോ സൈഡും പരിശോധിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്ന സമയം പെട്ടെന്ന് അവൻ ആ കിണറിന്റെ സൈഡിലുള്ള ഒരു ദ്വാരമെല്ലാം നോട്ടീസ് ചെയ്യുന്നു. ഇതേ സമയം വീടിന്റെ അകത്ത് ബ്രേക്കർ ഓഫ് ആവണ സൗണ്ട് കേട്ടതും അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്ന കണ്ണു കാണാത്ത 85 വയസ്സായിട്ടുള്ള ആ വീട്ടിലെ മുത്തശ്ശി കിയാരയുടെയും സാറയുടെയും എല്ലാം ഫുട് പ്രിന്റിന്റെ സൗണ്ട് കേട്ട് അവരെ അറ്റാക്ക് ചെയ്യാനായി നോക്കുന്നു. ആ മുത്തശ്ശി കയ്യിൽ കിട്ടിയ കോടാലി വെച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയതും കിയാരയും സാറയും വേഗം തന്നെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം നേരെ ഈ കാര്യമെല്ലാം ബേസ്മെന്റിലുള്ള ജോൺ ബിനെയും ഫ്രണ്ട്സിനെയും അറിയിക്കാനായി പോകുന്നു. ജോൺ ബി ഈ സമയം കൊണ്ട്
ആ കിണറിൻ്റെ വോളിൽ കണ്ട ഗ്യാപ്പിലൂടെ അകത്തേക്ക് കടന്നതും അവന് സ്വർണത്തിൻ്റെ ബിസ്ക്കറ്റെല്ലാം അട്ടിവെച്ചിരിക്കുന്ന ആ നിധി കണ്ടെത്താനായി സാധിക്കുന്നു. അവൻ താൻ വിജയിച്ചതിൽ സ്വർണ്ണ ബിസ്ക്കറ്റെല്ലാം നോക്കി സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം സാറയും കിയാരയും കൂടി മുകളിൽ നടന്ന സംഭവങ്ങളെല്ലാം ജെയുടെയും ഹോപ്പിൻ്റെയും അടുത്ത് പറഞ്ഞതും അവർ വേഗം തന്നെ ജോൺ ബിയുടെ അടുത്ത് പ്ലാൻ അബൌട്ട് ചെയ്ത് മുകളിലേക്ക് കയറി വരാനായി പറയുന്നു. ഇവരുടെ ഈ സംസാരമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഇതെല്ലാം കേട്ട് ആ കണ്ണ് കാണാത്ത മുത്തശ്ശി ഒരു തോക്കുമായി നേരെ ആ ബേസ്മെന്റിലേക്ക് ഇറങ്ങി വരുന്നു. അവർ ആ ശബ്ദമെല്ലാം കേട്ട് അവർക്ക് നേരെ ചെറുപറ ഫയറിങ്ങെല്ലാം നടത്തിയതും ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കി അവർ വേഗം തന്നെ ബേസ്മെന്റിൽ നിന്നും പുറത്തേക്ക് കടന്ന ശേഷം ആ വീടിന്റെ കോമ്പൗണ്ട് വാളെല്ലാം ചാടിക്കടന്ന് പുറത്തു വരുന്നിരുന്ന ജോൺ ബിയുടെ ബാനിലേക്ക് ചെന്ന് കയറുന്നു. ഇത്ര അടുത്തെത്തിയിട്ടും അവരുടെ പ്ലാൻ സക്സസ് ആവാത്തതിൽ എല്ലാവരും നിരാശപ്പെട്ടിരിക്കുന്ന സമയം ജോൺ ബി അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് എല്ലാം പുറത്തേക്ക് എടുത്ത് തന്റെ കൂട്ടുകാരെ എല്ലാം സർപ്രൈസ് ചെയ്യുന്നതും കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.